ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിമ്പിൾ പെൻഡുലത്തെ പറ്റിയാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പല കേസുകൾ പഠിക്കാനുണ്ട്. ഓസിലേഷൻസിനകത്ത് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് സിമ്പിൾ പെൻഡുലം പല മീഡിയത്തിനെയും വെച്ച് മാറ്റുന്നതും, അതേപോലെ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലോ ഇമേജ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ചേഞ്ചുകൾ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. അപ്പോൾ എന്താണ് സിമ്പിൾ പെൻഡുലം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയായിരിക്കുമല്ലോ, ഒരു ബോബുണ്ട്. ഓക്കെ, ഇപ്പോൾ ബോബിൻ്റെ മാസ് എം ആയിട്ടൊക്കെ അസ്യൂം ചെയ്യാം. പിന്നെ അതേപോലെ ഇത് മീൻ പൊസിഷനാണ്, അവിടെ എക്സ് ഈക്വൾ ടു 0 ആയിരിക്കും. കാണുന്നുള്ളല്ലേ, മീൻ പൊസിഷനാണ്, എക്സ് ഈക്വൾ ടു 0 ആയിരിക്കും. ഇത് എക്സ്ട്രീം പൊസിഷനാണ്, എക്സ് ഈക്വൾ ടു പ്ലസ് ആയിരിക്കും, എക്സ് ഈക്വൾ ടു മൈനസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം അല്ലേ. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൾ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G ആണ് നമുക്കറിയാം. ഓക്കെ, 2π റൂട്ട് L/G ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഇതിൽ ഈ ജി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് എൽ എന്ന് പറയുന്നത്? എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. അതായത് ഈ പെൻഡുലത്തിൻ്റെ നീളം ഉണ്ടല്ലോ, നീളമാണ് എൽ എന്ന് പറയുന്നത്. സോ ജി എന്താണ്? ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് അല്ലേ. ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിലേതൊക്കെയാണ് കോൺസ്റ്റൻറ്റ്. വി നോ ദാറ്റ് 2π ഈസ് എ കോൺസ്റ്റൻറ്റ്, എൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഈ ഒരു മീഡിയം മാറ്റുവാണെങ്കിൽ, ഇപ്പോൾ ഇത് എയറിലിരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യുക, നമ്മുടെ പെൻഡുലം എയറിലിരിക്കുകയാണ്. ഇനി അതിൽ എയറിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് മാറും? മീഡിയം മാറും. മീഡിയം മാറുമ്പം ഇവിടെ എന്ത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നമ്മൾ 2π മാറും. 2π ഈസ് എ കോൺസ്റ്റൻറ്റ്, അത് മാറത്തില്ല. എൽ എന്ന് പറയുന്ന ലെന്ത് അല്ലേ. പെൻഡുലം എവിടെ വെച്ചാലും നീളം സെയിം തന്നെ ആയിരിക്കും. പെൻഡുലത്തിൻ്റെ ലെന്തിന് ചേഞ്ച് വരുന്നില്ല. സോ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ മാറുന്നത് എന്താണ്? ജി ആണ് മാറുന്നത്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയേഷനെ പറ്റിയാണ് നമ്മൾ നാല് കേസുകൾ പഠിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വൈകിപ്പിക്കാതെ ആ കേസിലേക്ക് പോകാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പെൻഡുലം ലിഫ്റ്റിൽ വെക്കുന്ന കേസാണ്. എവിടെയാണ്? ലിഫ്റ്റിൽ വെക്കുന്ന കേസാണ്. അവിടെ ലിഫ്റ്റ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് ലിഫ്റ്റാണ് അസ്യൂം ചെയ്യുക. പെൻഡുലം എന്ത് ചെയ്ത് ലിഫ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രീം പൊസിഷനോട് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. അപ്പം ലിഫ്റ്റ് എങ്ങോട്ട് പോകാം? ലിഫ്റ്റ് രണ്ട് രീതിയിൽ പോകാം. എങ്ങനെ പോകാം? ലിഫ്റ്റ് മേലോട്ടും പോകാം, താഴോട്ടും പോകാം അല്ലേ. ലിഫ്റ്റ് റൈസ് ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ട്, ലിഫ്റ്റ് ഫോൾ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് നമ്മൾ റൈസിങ് ആണെങ്കിൽ, ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വിത്ത് ആൻ ആക്സിലറേഷൻ എ എന്ന് എടുക്കുക. വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഓക്കെ, ഇപ്പോൾ ഈ കേസിനെ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പം പെൻഡുലം പെൻഡുലം ഇൻസൈഡ് എ റൈസിങ് ലിഫ്റ്റ് അല്ലേ. റൈസിങ് ലിഫ്റ്റിലെ പെൻഡുലമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പെൻഡുലം മേലോട്ടാണല്ലോ പോകുന്നത്, അപ്പം ആക്സിലറേഷൻ മേലോട്ടായിരിക്കും എന്ന് നമുക്കറിയാം. പെൻഡുലം അല്ല, ലിഫ്റ്റ് മേലോട്ടാണല്ലോ പോകുന്നത്, അപ്പോൾ ആക്സിലറേഷൻ മേലോട്ടാണെന്ന് നമുക്കറിയാം. ഇനി നോക്കിക്കോ, ഏതൊരു ബോഡിയും സർഫസിലോട്ട് എന്തുണ്ട്? വെയിറ്റ് എക്സേർട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. എവിടെ പഠിച്ചിട്ടുണ്ട്? ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പെൻഡുലം അല്ലെങ്കിൽ ഈ ഒരു ലിഫ്റ്റ് പെൻഡുലം ഇങ്ങോട്ട് എത്ര വെയിറ്റ്? ഒരു വെയിറ്റ് mg താഴോട്ട് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നോർമൽ റിയാക്ഷൻ മേലോട്ടായിരിക്കും നമുക്കറിയാം അല്ലേ. നോർമൽ റിയാക്ഷൻ മേലോട്ടാണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ് നമ്മൾ ഇക്വലൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ LHSഉം RHSഉം ബാലൻസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇക്വലൻ്റ് എടുക്കാം. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് ചെയ്യുന്നതാണ് ലോസ് ഓഫ് മോഷനിൽ. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. R മൈനസ് mg എന്ന് പറയുന്നത് എന്താണ്? ma ആയിരിക്കും. ആറിൽ നിന്നും mg കുറച്ച ടോട്ടൽ നമ്മുടെ ഫോഴ്സ് മേലോട്ടാക്കുന്നത് എഫ് എന്താണ്? F ഈക്വൾ ടു ma ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് R ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും? ma പ്ലസ് mg എന്ന് കിട്ടും. സോ R ഈസ് ഈക്വൾ ടു m ഇൻറ്റു a പ്ലസ് g എന്ന് കിട്ടും അല്ലേ. m ഇൻറ്റു a പ്ലസ് g എന്ന് കിട്ടും. സോ നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് g എഫക്റ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. സോ R ഈക്വൾ ടു ma അല്ലെങ്കിൽ F ഈക്വൾ ടു ma നമുക്കറിയാം, ന്യൂട്ടൺസ് ലോ എന്നറിയാം. സോ maക്ക് വരെ mg അല്ലേ. F ഈക്വൾ ടു mg ആണ്. ഈ ഫോഴ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നതും. സോ ജിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത് ഇവിടെ? ഇപ്പം F ഈക്വൾ ടു mg ആണെങ്കിൽ ജിയുടെ സ്ഥാനത്തോടെ എന്താ കിടക്കുന്നത്? a പ്ലസ് g ആണ്. സോ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് g ആണ്. അതായത് ഇവിടെ ജിയുടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. എങ്ങനെയായിട്ട്? അതിൻ്റെ കൂടെ എയും കൂടെ ആഡ് ചെയ്യണമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. സോ നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ പെൻഡുലം റൈസിങ് ലിഫ്റ്റിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ അവിടെ ടൈം പീരീഡിൻ്റെ ഫോമുല എന്തായിരിക്കും? T ഈക്വൾ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G ആയിരിക്കും. ജി ആയിരിക്കത്തില്ല, പകരം എന്തായിരിക്കും? L/G എഫക്റ്റീവ് ആയിരിക്കും. അതായത് ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? G പ്ലസ് a ആയിരിക്കും, അല്ലെങ്കിൽ a പ്ലസ് g എന്തോ ആയിക്കോട്ടെ. ഇതായിരിക്കും നമ്മുടെ എവിടുത്തെ ഫോമുല. പെൻഡുലം റൈസിങ് ലിഫ്റ്റിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കറിയാം റൈസിങ് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് കാണും? ഫോളിങ് ലിഫ്റ്റും കാണും. ലിഫ്റ്റ് മേലോട്ടും താഴോട്ടും പോകാമല്ലോ. പിന്നെ സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ പഴയ ഫോമുല തന്നെ, മാറ്റമൊന്നുമില്ല. ഓക്കെ, അതായത് നമ്മുടെ T ഈക്വൾ ടു 2π റൂട്ട് L/G തന്നെ. ഓക്കെ, സെക്കൻഡ് കേസ് എന്താണ്? പെൻഡുലം
പെൻഡുലം ഇൻസൈഡ് എ ഫോളിംഗ് ലിഫ്റ്റ് അല്ലേ, ഫോളിംഗ് ലിഫ്റ്റ് താഴോട്ട് പോവുകയാണ്. ഓക്കെ, ഒരു ലിഫ്റ്റ് കൺസിഡർ ചെയ്യാണ്, ലിഫ്റ്റ് കൺസിഡർ ചെയ്ത് പെൻഡുലം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഫോളിംഗ് ലിഫ്റ്റാണ്, അതായത് ആക്സിലറേഷൻ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, താഴോട്ടല്ലേ നമ്മുടെ ലിഫ്റ്റ് താഴോട്ട് പോകണം, അപ്പോൾ ലിഫ്റ്റ് താഴോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, അപ്പോൾ താഴോട്ടായിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പഴയ സാധനം തന്നെ, അതായത് വെയിറ്റ് എന്തായാലും താഴോട്ടാണ് mg എക്സേർട്ട് ചെയ്യുന്നത്, നോർമൽ റിയാക്ഷൻ മേലോട്ടൊന്നായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ mgയും a അല്ലേ ഒരേപോലെ താഴോട്ടല്ലേ, അപ്പം എന്തായാലും നമുക്ക് താഴോട്ടുള്ളതാണ് കൺസിഡർ ചെയ്യാൻ. അപ്പം നമുക്ക് ഇവിടെ r മൈനസ് mg അല്ല, ഇവിടെ താഴോട്ടുള്ള കൂടുതൽ, അപ്പോൾ mg മൈനസ് r ആയിരിക്കും എടുക്കേണ്ടത്, mg മൈനസ് r ആയിരിക്കും. കഴിഞ്ഞ കേസിൽ നമ്മൾ r മൈനസ് mg ആയിരുന്നു എടുത്തത്. കാര്യം എന്തുകൊണ്ടാണ്, നോർമൽ റിയാക്ഷനും ആക്സിലറേഷനും സെയിം ഡയറക്ഷനില്ല, അതുകൊണ്ട് നമ്മൾ നോർമൽ റിയാക്ഷനെ കൂട്ടിയെടുത്ത ശേഷം r മൈനസ് mg എടുക്കുകയും ചെയ്തത്. ഇവിടെ അങ്ങനെയാണോ, ഇവിടെ അങ്ങനെ അല്ല. കാര്യം ആക്സിലറേഷൻ താഴോട്ടാണ്, mg താഴോട്ടാണ്, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അത് വേണം എടുക്കാൻ. അപ്പോൾ mg മൈനസ് r ഈസിക്വൾ ടു m എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് r സെപ്പറേറ്റ് ചെയ്യാം. സോ r ഈസിക്വൾ ടു എന്ത് കിട്ടും, mg മൈനസ് m എന്ന് കിട്ടും. സോ r ഈസിക്വൾ ടു m ഇൻറ്റു g മൈനസ് a എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ g എഫക്റ്റീവ് എന്ന് പറയുന്നത് g മൈനസ് a ആയിരിക്കും. ഓക്കെ, g മൈനസ് a ആയിരിക്കും. മറ്റേ കേസിൽ എന്താണ്, g പ്ലസ് a ആയിരുന്നു, ഇവിടെ എന്താണ് g മൈനസ് a ആണ്. ഓക്കെ, നമുക്ക് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഇൻസൈഡ് എ ഫോളിംഗ് ലിഫ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും, t ഈസിക്വൾ ടു 2π L ബൈ g എഫക്റ്റീവ് ആയിരുന്നു, g എഫക്റ്റീവിന് പകരം എന്തെഴുതാം, g മൈനസ് a എന്ന് എഴുതാം. ഈ കേസ് എപ്പോഴാണ്, പെൻഡുലം ഇൻസൈഡ് ഏത് ലിഫ്റ്റാണ്, ഫോളിംഗ് ലിഫ്റ്റ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസുകൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. തേർഡ് കേസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. പെൻഡുലം ഈസ് ഇൻസൈഡ് എ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു മീഡിയം. ഓക്കെ, പെൻഡുലം ഇൻസൈഡ് ഒരു മീഡിയം എന്ന് പറയാം അല്ലേ, ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻസൈഡിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇമ്മേഴ്സ്ഡ് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ അല്ലേ, അതായത് നമ്മളതിനെ സിങ്ക് ചെയ്ത് മുക്കി വെച്ചേക്കുമെന്ന് പറയാം. ഇമ്മേഴ്സ്ഡ് ഇൻ എ മീഡിയം, ഇമ്മേഴ്സ്ഡ് ഇൻ എ മീഡിയം എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ സാധനം മനസ്സിലായാൽ മതിയല്ലോ. ഇപ്പോൾ ഞാനൊരു ബീക്കറോ എന്തെങ്കിലും ഒരു ഒരു കണ്ടെയ്നർ എടുത്ത ശേഷം അതിലൊരു ഫ്ലൂയിഡ് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യണം, ഇമ്മേഴ്സ് അല്ല ഒഴിക്കുകയാണ്. ഇനി അതിലോട്ട് എന്ത് ചെയ്യണം, അതിലോട്ട് ഞാൻ പെൻഡുലത്തെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ പെൻഡുലം എന്ത് ചെയ്യണം, പെൻഡുലം ഇമ്മേഴ്സ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഡെൻസിറ്റി എന്നൊരു സാധനം നമ്മൾ എപ്പോഴും എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾ അറിയാം. അപ്പോൾ ഇവിടെ ആലോചിക്കുക, ഇവിടുത്തെ ഒഴിച്ചേക്കുന്ന ഫ്ലൂയിഡില്ലേ, അതായത് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിനകത്തിരിക്കുന്ന ഫ്ലൂയിഡില്ലേ, സപ്പോസ് ഇവിടെ ഞാൻ വാട്ടറായിട്ട് എടുക്കുന്നെങ്കിൽ ആ വാട്ടറില്ലേ അതിൻ്റെ ഡെൻസിറ്റി ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്, റോ എന്ന് വിളിക്കുകയാണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. വാട്ടർ എന്നല്ല, അതായത് അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറാം. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ വാട്ടറാണ്, അല്ല ഫ്ലൂയിഡാണ്. ഓക്കെ, ഇനി ഈ ഒരു പെൻഡുലം ഉണ്ടല്ലോ, പെൻഡുലത്തിൻ്റെ ബോബിനോ ഡെൻസിറ്റി കാണുമല്ലോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ മാസമുള്ള ഏതൊരു വസ്തുവിനും എന്ത് കാണും, ഡെൻസിറ്റി കാണും. അപ്പോൾ ഇവിടെ മാസ് എടുത്തു കഴിഞ്ഞാൽ, സോ ഹിയർ പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മാസ് m ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പെൻഡുലത്തിൻ്റെ ബോബിന് എന്ത് കാണും, ഡെൻസിറ്റി കാണും. അതിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്, സിഗ്മ എന്ന് വിളിക്കുകയാണ്. ഓൾറെഡി ഇതിനെ റോ എന്ന് വിളിച്ചെങ്കിൽ പേര് മാറ്റി വിളിക്കേണ്ട, അപ്പോൾ സിഗ്മ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്, ഇവിടെ ഞാൻ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, കാര്യം കുറച്ച് ലെന്തിയാണ്, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഡെറിവേഷനിലോട്ട് പോകുന്നില്ല. നമുക്ക് അവിടെ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് കാണാതെ പഠിക്കുക, ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ ആയിരിക്കും എന്ന് പഠിക്കുക. അത് റോ ആണേ, ജി ബൈ 1 മൈനസ് റോ ബൈ സിഗ്മ. ജി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ ആയിരിക്കും. റോ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു, നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ അല്ലെങ്കിൽ പെൻഡുലത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഫോമുല. അപ്പോൾ ടൈം പീരീഡ് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2π√L ബൈ ജി അല്ല എന്തുവായിരുന്നു, ജി എഫക്റ്റീവ് ആയിരുന്നു. ജി എഫക്റ്റീവിൻ്റെ ഫോമുല എന്താണ്, ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ. സോ ഇതാണ് നമ്മുടെ ഏത് ഫോമുല, പെൻഡുലം ഇൻസൈഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കേസും കൂടെ ഉണ്ട്, അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോകാം, പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് പെൻഡുലം ഇപ്പോൾ കണ്ടല്ലോ, പെൻഡുലം പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് h അബോവ് സർഫസ് ഓഫ് എർത്ത്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്നും, ഇത് എർത്തായിട്ട് അസ്യൂം ചെയ്യണേ, എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു ഹൈറ്റ് h-ലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പെൻഡുലത്തെ പ്ലേസ് ചെയ്യുന്നത്. ഒരു ഹൈറ്റ് h-ലായിരിക്കും ഈ പെൻഡുലത്തെ പ്ലേസ് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് മാറുന്നുണ്ട്, നമുക്കറിയാം T = 2π√L/g ജി ആണ് മാറുന്നതെന്ന് അറിയാം. സോ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ജി മാറും. അപ്പോൾ നിങ്ങൾ ഗ്രാവിറ്റേഷൻ പഠിച്ചവർക്ക് അത് എളുപ്പം പറയാൻ പറ്റും. ഗ്രാവിറ്റേഷൻ പഠിച്ചവർക്കറിയാം, ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h എന്ന് പറയുന്നത് GH ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു r² ബൈ r + h² ആണെന്ന് അറിയാം. എവിടെ പഠിച്ചു,
ഗ്രാവിറ്റേഷനിൽ പഠിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വെയിറ്റ് പ്രോബ്ലംസ്. അവിടെ ഞാൻ ഈ ഫോമിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജി എച്ച് ഈക്വൾ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ് നമുക്കറിയാമല്ലോ. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ടി ഈക്വൾ ടു എന്ത് വരും? ടി ഈക്വൾ ടു 2π റൂട്ട് എൽ ബൈ ജി അല്ല, പകരം ജി എച്ച് ആയിരുന്നു. മറ്റേ ഹൈറ്റ് എച്ച് അല്ലേ, ജി ആയിരുന്നു, ജി എച്ച് ആയിരുന്നു. സോ ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഏത് ഫോമുല? മറ്റേ ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ 4 കേസുകളും കഴിഞ്ഞു. 4 കേസല്ലായിരുന്നു, 4 കേസുകളും കഴിഞ്ഞു. നമുക്ക് കുറച്ച് പ്രോബ്ലത്തിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. സിമ്പിൾ പെൻഡുലം ഉണ്ട്. അത് എയറിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത്, എവിടെയാണ്? എയറിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടൈം പീരീഡ് ടി ആയിരിക്കും. ഓക്കെ, ടൈം പീരീഡ് ടി ആയിരിക്കും. പിന്നെ ബോബ് എന്താണ്? കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ നോൺ വിസ്കസ് ലിക്വിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്, ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ ഇമ്മേഴ്സി വെക്കുന്ന കേസ് അല്ലേ. ആ സമയത്ത് എന്ത് പറഞ്ഞേക്കുന്നത്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് റോ ആണ് നമുക്കറിയാം. റോ എന്ന് പറയുന്നത് എന്തായി മാറുന്നുണ്ട്? 1/16 ഓഫ് മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി. മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എത്ര നമുക്കറിയാം? സിഗ്മ എന്നറിയാം. സിഗ്മയുടെ 1/16, അതായത് സിഗ്മ/16 ആയിട്ട് മാറും. ഈ ഡേറ്റയല്ലേ ക്വസ്റ്റിന് തന്നേക്കുന്നത്. നമുക്ക് സുഖമല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടേ? ടൈം പീരീഡ് ഓഫ് പെൻഡുലം കണ്ടുപിടിക്കേണ്ടേ. പറയാം ടി ഈക്വൽ ടു എന്ത് വരുന്നു? 2π റൂട്ട് എൽ ബൈ ജി ഇൻറ്റു 1 - റോ ബൈ സിഗ്മ ആയിരുന്നു നമുക്കറിയാം. റോ വന്നിട്ടുണ്ട് എത്രയാണ്? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടി ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി ഇൻറ്റു 1 - റോയ്ക്ക് പകരം സിഗ്മ/16 കൊടുക്കാം അല്ലേ. സിഗ്മ/16 കൊടുക്കാം. താഴെ ഒരു സിഗ്മ കിടപ്പുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. ഈ ഒരു സിഗ്മയും കട്ടായി. 16 × 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈക്വൽ 2π റൂട്ട് എൽ ബൈ 16 × 1 16 - 1 15 ആണ്. അപ്പം 15g പിന്നെ ഡിവൈഡ് ബൈ 60 മേളിൽ പോകുമ്പോൾ മേളിൽ വരും അല്ലേ. ഇതൊക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ 16 റൂട്ട് 16 എത്രയാണ്? 4 അല്ലേ. അപ്പോൾ ടി ഈക്വൽ ടു 2π × 4 റൂട്ട് എൽ ബൈ 15g എന്ന് കിട്ടത്തില്ലേ. ഓക്കെ, ഇനി നമുക്ക് 4 അങ്ങ് ആദ്യം എഴുതാൻ പറയാൻ കാര്യമുണ്ട്. നമുക്ക് 4 × 2π റൂട്ട് എൽ ബൈ 15g എന്ന് എഴുതാം. കാര്യം 2π റൂട്ട് എൽ ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടൈം പീരീഡ് ആണ്. എപ്പോഴാണ്? എയറിലിരിക്കുമ്പോൾ അല്ലേ. ഇപ്പോൾ ടി ഈക്വൽ ടു 4t × റൂട്ട് 1/15 എഴുതാം. ഇതെങ്ങനെ വന്നത്? ടി ഈക്വൽ ടു 4t × റൂട്ട് 1/15 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കറിയാം. നമുക്കിവിടെ കിട്ടിയ കേസ് എന്തോന്നൂടെ പറയാം. 4 × 2π റൂട്ട് എൽ ബൈ 15g ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 4 × 2π × റൂട്ട് ഓഫ് 1/15 × എൽ ബൈ ജി എന്ന് എഴുതി. നമുക്കറിയാം ഈ 2π റൂട്ട് ഉണ്ട് എൽ ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടൈം പീരീഡിന് എയറാണ്. അപ്പോൾ 4 × ഇത് നമ്മൾ ടി എന്ന് കൊടുത്താൽ ബാക്കി റൂട്ട് 1/15 അതേപോലെ ബാക്കി കിടപ്പുണ്ട്. സോ 4t റൂട്ട് 1/15 ഓപ്ഷൻ സി ആണ് ആൻസർ ഇടുന്നത്. അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു ഫോമുല അറിഞ്ഞെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതൊരു നീറ്റ് PYQ ആണ്. ഏത് ഇയറാണ് എനിക്കറിയത്തില്ല, നീറ്റ് PYQ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The length of a second pendulum at a height h equal to 2r from Earth's surface will be. സെക്കൻഡ്സ് പെൻഡുലത്തിനാണ് വർക്ക് ചെയ്യാൻ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം അറിയണം. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്, സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2 seconds ആയിരിക്കും എന്ന് അറിയണം. എന്നെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ എന്താണ് പഠിക്കേണ്ടത്? സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 2 seconds ആയിരിക്കും. ഓക്കെ, ഈ കേസിൽ എന്താ പറയുന്നത്? അത് എർത്ത് സർഫസ് വെച്ചേക്കാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ടി ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി എഫക്റ്റീവ് ആയിരുന്നു. അപ്പം ജി എഫക്റ്റീവിൻ്റെ ഫോമിൽ എന്ത് വരുന്നു? ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. അതായത് ജി എച്ച് ആയിരുന്നല്ലോ. ഓക്കെ, നമുക്ക് തന്നേക്കുന്നത് എന്താണ്? എച്ച് ഈക്വൽ ടു 2r എന്ന് റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? എച്ചിന് 2r കൊടുക്കാം. അപ്പോൾ ജി എഫക്റ്റീവ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ജി പ്ലസ് 2r ദ ഹോൾ സ്ക്വയർ, അതായത് ജി ആർ സ്ക്വയർ ബൈ 3r ദ ഹോൾ സ്ക്വയർ, അതായത് 9r², അതായത് g/9 ആയിരിക്കും. ഇപ്പോൾ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് g/9 എന്ന് എനിക്ക് കിട്ടി. ഇനി എല്ലാം ഡയറക്റ്റ് കിട്ടിയില്ലേ? ഇനി അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഓക്കെ, ഇപ്പോൾ ടി ഈക്വൽ ടു എന്തിട്ടുണ്ട്? ടി ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി എഫക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട? എൽ അല്ലേ, ലെന്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം? റൂട്ടിനകത്ത് കിടന്നുകൊണ്ട് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. ഇപ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 4π² എൽ ബൈ ജി എഫക്റ്റീവ്. കുഴപ്പമില്ലല്ലോ. ജി എഫക്റ്റീവിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു? g/9 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 2 seconds ആയിരുന്നു അല്ലേ? സെക്കൻഡ് സ്പെൻഡിലായതുകൊണ്ട് 2 seconds ആയിരുന്നു. അപ്പം ടിയുടെ സ്ക്വയർ 4 ആണ്. സോ 4 ഈക്വൽ ടു 4π² ഇൻറ്റു എൽ ബൈ ജി. ടി എന്ന് പറഞ്ഞാൽ g/9 ആയിരുന്നു. ജി ഉണ്ട്, /9 മേളിൽ പോകുമ്പോൾ 9 മേളിൽ വന്നു. ഓക്കെ, അപ്പോൾ 4ഉം 4ഉം കട്ടായി. സോ 1 ഈസ് ഈക്വൽ ടു π² ഇൻറ്റു 9l/g. നമുക്കൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ജി ഈസ് ഈക്വൽ ടു π² എന്ന് കൺസിഡർ ചെയ്യാൻ അല്ലേ? ഇപ്പോൾ ജിയെ π² എന്ന് വിളിക്കാം. സോ 1 ഈസ് ഈക്വൽ ടു π² ഇൻറ്റു 9l/π². അല്ലേ, π² പോയി. സോ എൽ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/9 മീറ്റർ എന്ന് കിട്ടി അല്ലേ? എൽ ഈസ് ഈക്വൽ ടു 1/9 മീറ്റർ എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇതൊരു 2022 നീറ്റ് PYQ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. സെക്കൻഡ് സ്പെൻഡിലും 2 seconds ആണ് ടിക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. 2 seconds ആണെന്ന് പറഞ്ഞാൽ നമുക്കത് എളുപ്പം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഷോർട്ട് വീഡിയോ ആണ്, ഷോർട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഓവറോൾ പെരിലത്തെ പറ്റിയുള്ള കണ്ടന്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഈ പറഞ്ഞ കേസെല്ലാം പഠിക്കുക. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.